അല്ലിമോൾക്ക് രാവിലെ മുട്ട കൊടുക്കാൻ വേണ്ടി പൊട്ടിക്കുമ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് രണ്ടുപേരും ഓടിയെത്തും കേട്ടോ. അല്ലിമോള് മുട്ടയുടെ യോക്ക് കഴിക്കാത്തതുകൊണ്ട് ഇവരാണ് കേട്ടോ അത് കഴിക്കുന്നത്. അല്ലിക്കുഞ്ഞാണെങ്കിൽ രാവിലെ തന്നെ കോഴിയായിട്ടുള്ള യുദ്ധത്തിലാണ് കേട്ടോ. അല്ലിമോൾക്ക് ഇന്ന് ക്ലാസ് തുറക്കുന്ന ദിവസമാണ്. ഞാൻ രാവിലെ തന്നെ എല്ലാം തേച്ച് മിനുക്കിയൊക്കെ വെക്കുവാണ്. എനിക്ക് തേക്കാതെ ഡ്രസ്സ് ഇടുന്നത് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ അല്ലിമോളെ ഒരുക്കി റെഡിയാക്കിയൊക്കെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ അമ്പലത്തിലോട്ടൊന്ന് പോയി. അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം നേരെ ഓഫീസിൽ പോകാൻ കേട്ടോ. ഇന്ന് എനിക്ക് വണ്ടിയില്ല, വണ്ടി സർവീസിന് കൊടുത്തേക്കുവാണ്, കിട്ടിയിട്ടില്ല. അങ്ങനെ മെട്രോയ്ക്കാണ് പോകുന്നത്. എറണാകുളം ടൗണിൽ യാത്ര ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മെട്രോ തന്നെയാണ് കേട്ടോ. പൊതുവേ രാവിലെയൊക്കെ നല്ല തിരക്കാണ്, ഈവനിങ്ങും അതുപോലെ തിരക്കാണ്. തിരക്കൊഴിഞ്ഞ സമയം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആകെ ന്യൂ ഇയറിൻ്റെ അന്ന് മാത്രമാണ് കുറച്ച് തിരക്കില്ലാതിരുന്നത്. അങ്ങനെ ഓഫീസിലെത്തി സാറിൻ്റെ കൂടെ കോടതിയിലേക്ക് പോവാണ്. ഇന്നാണെങ്കിൽ അസോസിയേഷനിൽ പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങി. അപ്പോൾ പിന്നെ ഒരു ചായ കുടിക്കാതെ എങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ ചായ ഓർഡർ ചെയ്ത് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചായ കിട്ടി കേട്ടോ. വെക്കേഷൻ മൂഡൊക്കെ കഴിഞ്ഞിട്ട് ഓഫീസൊന്ന് ഉണർന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല തിരക്കുള്ള ദിവസം തന്നെയായിരുന്നു ഇന്നും. ഇന്നങ്ങനെ ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഒരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളൊരു സർബത്ത് കുടിക്കാനായിട്ട് പോയിട്ടോ. തൊട്ടടുത്തുള്ള കടയിലാണ് പോയത്. എനിക്ക് ഉപ്പും മധുരമിട്ട് സർബത്താണ് ഇഷ്ടം. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? ഞാൻ നേരത്തെ ഒന്നും സോഡ ഒഴിച്ച് സർബത്ത് കുടിക്കില്ലായിരുന്നു. എനിക്ക് എന്തോ സോഡയോട് ഒരു വെറുപ്പായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് സോഡ ഇഷ്ടമാണ്. പണ്ടമ്മ സർബത്ത് ഉണ്ടാക്കുമ്പോൾ ഉപ്പും മധുരവും പിന്നെ കുറച്ചൊരു ഏലക്കയും കൂടി പൊടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അന്ന് തൊട്ട് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഉപ്പും മധുരം ഇട്ടതാണ് കേട്ടോ. അങ്ങനെ സർബത്തൊക്കെ കുടിച്ച് ഓഫീസിലെത്തി കുറച്ച് വർക്കും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പോരുന്ന വഴിക്ക് ഹല്ലിമ്മയെ പിക്ക് ചെയ്യണമായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി ഒരു ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഒരാളെന്നെ വിളിക്കുകയാണ് കേട്ടോ. ഞാൻ മൈൻഡ് ചെയ്തില്ല ആദ്യമൊന്നും. പിന്നെ എന്നിങ്ങനെ കുറച്ച് വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.